കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടിക്ക് ഗവൺമെന്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായിട്ട് ചികിത്സ കിട്ടാത്ത നമ്മൾ ആ വാർത്ത കണ്ടു. വളരെയധികം നമുക്ക് സങ്കടം തോന്നി. കാരണം ആ കുഞ്ഞിന്റെ തലയില് 30ഓളം പുഴുക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ പുഴുക്കളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും അവരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടത്. കാരണം അവിടെ സർജൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവർ ക്ലീൻ ഒന്നും ചെയ്യാതെ തന്നെ തല വീണ്ടും പൊതിഞ്ഞ് കെട്ടിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ കുഞ്ഞ് വേദന കൊണ്ട് കരയുകയും അങ്ങനെ നോക്കിയ സാഹചര്യത്തിലാണ് 30ഓളം പുഴുക്കളെ ആ കുഞ്ഞിന്റെ തലയിൽ കണ്ടെത്തി തിരിച്ച് അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ആ പുഴുക്കളെയൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോ ഈ ഒരു വാർത്ത ഞെട്ടൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കിയില്ല. കാരണം നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് ചികിത്സാ പിഴവുകളൊക്കെ ഡെയിലി നമ്മൾ കണ്ടുവരുന്ന ആൾക്കാരാണ്. ഒരു മനുഷ്യൻ ചികിത്സ കിട്ടാതെ നിലത്ത് കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു കളയേണ്ടി വന്നു. പ്രസവിച്ച ഒരു യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ടുകളൊക്കെ കണ്ടു. അപ്പൊ ഇതൊക്കെ തന്നെ ഡെയിലി നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി പറയും ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് പറയും, ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കട്ടെ എന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി തന്നെ നാളുകളും ആഴ്ചകളും മാസങ്ങളും തന്നെ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് ഡോക്ടർമാർ അവരുടെ സമരത്തിലേക്ക് അങ്ങ് നീങ്ങും. അപ്പോൾ ജനങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പൊതുജനങ്ങൾ വളരെ പ്രശ്നക്കാരാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനോ നമുക്കത് എന്തെങ്കിലും അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള ഒരു സാഹചര്യമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് മീഡിയക്കാർ പറയുന്ന വെച്ചാൽ നിങ്ങൾ അതിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ കാലുകളൊക്കെ കെട്ടിയിടുന്ന, അതായത് നട്ടലില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാക്കി നമ്മളെ മാറ്റുകയാണെന്നുള്ളതാണ്. അപ്പോ നമുക്കിനി ആകെ ചെയ്യാനുള്ളത് ഇതിനെതിരെ നമുക്ക് മിണ്ടാതിരിക്കുക. കാരണം നമുക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ. അപ്പോ വീണ്ടും ഇനി ചികിത്സാ പിഴവുകൾ ഇവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം. ചിലപ്പോൾ അതിന്റെ അടുത്ത ഇര ചിലപ്പോൾ നമ്മളായിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും.